എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂൺ 19 പ്രത്യേകതയാണ്. നമുക്കറിയാം ജൂൺ 19 എന്താണ്? ദേശീയ വായനാ ദിനം. അപ്പോൾ ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നതാണ് അത് ജൂൺ 19 ആണ്. ഇനി ആരുടെ എന്താണ് ചരമദിനമാണ് എന്തായിട്ട് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? PN പണിക്കരുടെ ചരമദിനം എന്തായിട്ട് ദേശീയ വായനാ ദിനമായിട്ട് എന്ത് ചെയ്യുന്നു? ആചരിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് വായനയുടെ പ്രാധാന്യം എന്ത് ചെയ്യുക? ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ്? PN പണിക്കർ. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിന്റെ എന്താണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? PN പണിക്കർ എന്ന് പറയുന്നത് നമുക്ക് ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ എന്ന് മുതലാണ് ദേശീയ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2017 മുതലാണ്. അപ്പോൾ 2017 മുതലാണ് ദേശീയ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. പക്ഷെ അതിനു മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്? വായനാ ദിനം ആചരിക്കുന്നുണ്ട്. അതായത് 1996 എന്ത് ചെയ്യുന്നുണ്ട്? കേരള സർക്കാർ എന്താണ് സംസ്ഥാന വായനാ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും അതിനുശേഷം എന്താണ് ഇപ്പോൾ 2017 എന്ത് ചെയ്ത ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ PN പണിക്കരുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വസ്തുത കൂടിയുണ്ട്. അതായത് 2021 ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്താണ്? 2021 PN പണിക്കരുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തു. എവിടെയാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? PN പണിക്കരുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാണ് അനാച്ഛാദനം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ എന്താണ് രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു മന്ത്രി സ്ഥാനമൊഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആളത്തെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. അതായത് K രാധാകൃഷ്ണൻ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് 15ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ 15ാം കേരള നിയമസഭയിലെ മന്ത്രി ആരാണ്? അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടന്നു. അപ്പോൾ അതിലെന്ത് ചെയ്തു? കേരളത്തിൽ നിന്നുള്ളൊരു മന്ത്രി എന്ത് ചെയ്തു? ഇലക്ഷനിൽ മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം വിജയിച്ചു. അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം എന്താണ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അത് ആരാണെന്നാണ്? K രാധാകൃഷ്ണനാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്? അത് ആലത്തൂർ എന്നാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആലത്തൂരിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം മത്സരിച്ചത്. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹം വിജയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം MLA ഇലക്ഷനിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തത്? അത് എവിടെയാണ്? ചേലക്കരയാണ്. അപ്പോൾ ചേലക്കരയുടെ MLA ആയിരുന്നു. ഇപ്പോൾ എന്താണ്? ആലത്തൂരിന്റെ MP ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ഇലക്ഷൻ വിജയിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? K രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മന്ത്രിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്? പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കക്ഷേമം, പാർലമെന്ററി കാര്യം, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ്. അപ്പോൾ ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? K രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം സ്ഥാനം ഒഴിയുന്നതിന് മുൻപായിട്ട് ഒരു ഉത്തരവ് എന്ത് ചെയ്തിരുന്നു? പുറത്തിറക്കിയിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിക വിഭാഗത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ആ സ്ഥലങ്ങളുടെ പേരുകൾ, അതായത് ഊര്, അതേപോലെ തന്നെ സങ്കേതം, അതുപോലെ എന്താണ് കോളനി തുടങ്ങിയ വാക്കുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇനി മുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി മുതൽ കോളനി എന്ന് പറയുന്ന വാക്കിന് പകരം എന്തെന്ന് ഉപയോഗിക്കണം? നഗർ എന്ന് ഉപയോഗിക്കണം. സങ്കേതം എന്നുള്ള വാക്കിന് പകരം ഇനി എന്തെന്ന് ഉപയോഗിക്കണം? ഉന്നതി എന്ന് ഉപയോഗിക്കണം. അതുപോലെ തന്നെ എന്താണ്? ഊര് എന്നുള്ള വാക്കിന് പകരം പ്രകൃതി എന്ന് ഉപയോഗിക്കണം. ഇത്തരത്തിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു ഉത്തരവ് ഇറക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അദ്ദേഹം എന്താണ്? അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവസാനമായിട്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി പുനർനിർണ്ണയിക്കാനുമായിട്ട് രൂപീകരിച്ച 5-അംഗ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി പുനർനിർണ്ണയിക്കാനുമായിട്ട് എന്ത് ചെയ്തു? ഒരു കമ്മീഷൻ എന്ത് ചെയ്തു? രൂപീകരിച്ചിരിക്കുകയാണ്. 5 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ ആ കമ്മീഷന്റെ അധ്യക്ഷൻ ആരെന്നാണ്? അത് A ഷാജഹാനാണ്. ആരാണ്? A ഷാജഹാനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആരെന്ന് പറയുന്നത്? A ഷാജഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ കമ്മിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഇദ്ദേഹവും മറ്റ് 4 അംഗങ്ങളും, അങ്ങനെ 5 പേരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് അംഗങ്ങളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിചയപ്പെടാം. മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രത്തൻ യു ഗേൽക്കർ. ആരാണ്? രത്തൻ യു ഗേൽക്കർ. ഇദ്ദേഹം എന്ന് പറയുന്നത് പരിസ്ഥിതി IT സെക്രട്ടറി ആണ്. ഇനി അതുപോലെ തന്നെ K ബിജു. ഇദ്ദേഹം എന്ന് പറയുന്നത് പൊതുമരാമത്ത് അതുപോലെ തന്നെ വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറിയാണ്. ഇനി അടുത്തത് S ഹരികിഷോർ ആണ്. അദ്ദേഹം വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെതാണ് സെക്രട്ടറി ആണ്. ഇനി അതുപോലെ തന്നെ K വാസുകി തൊഴിൽ അതുപോലെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ 4 പേരും അതുപോലെ തന്നെ ആരും A ഷാജഹാനും അടങ്ങുന്നതാണ് ഈ പറയുന്ന ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാര്യമായിട്ട് ഓർക്കുക. പക്ഷേ ഈ കമ്മീഷൻ രൂപീകരിച്ചുവെങ്കിലും ഇതിന്റെ ബില്ല് എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെയും പാസ്സായില്ല. അത് ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. നിയമസഭയിൽ എന്ത് ചെയ്തു? പാസ്സാക്കി. പക്ഷേ ഗവർണർ എന്ത് ചെയ്തിട്ടില്ല? ഒപ്പുവെച്ചിട്ടില്ല. ഒപ്പുവെക്കുന്ന സമയം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബില്ലിനെ പറ്റിയും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കമ്മീഷനെ പറ്റിയും ചർച്ച ചെയ്യാം.
അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ്. അതായത് 2024 ജൂൺ 15 ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം സംഘടിപ്പിച്ച ഗ്ലോബൽ വിൻഡ് ഡേയുടെ പ്രമേയം എന്താണ്? എന്തിന്റെ പ്രമേയമാണ് പറഞ്ഞത്? ആര് സംഘടിപ്പിച്ചെന്ന് പറഞ്ഞു? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം സംഘടിപ്പിച്ച എന്തിന്റെ ഗ്ലോബൽ വിൻഡ് ഡേയുടെ പ്രമേയം എന്താണ്? അത് പവൻ ഊർജ പവറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. എന്താണ് പവൻ ഊർജ പവറിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ അഥവാ പവൻ ഊർജ ഇന്ത്യയുടെ ഭാവിയെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രമേയം കൂടി കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്. അതായത് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഈ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്തു? ഒരു അവാർഡ് കൂടി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള എന്താണ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ അവാർഡ്. അത് ലഭിച്ചത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? അത് ഗുജറാത്തിനാണ്. ആർക്കാണ്? ഗുജറാത്തിനാണ്. ഇനി ഇതിന് രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കർണാടകയാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ്? കർണാടകയാണ്. ഇനി മൂന്നാമത് ഒന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്, രണ്ടാം സ്ഥാനത്ത് ആരാണ്? കർണാടകയാണ്. അതുപോലെ തന്നെ എന്താണ്? ഒന്നാം സ്ഥാനത്ത് ഗുജറാത്താണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ട് 2023 ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? അപ്പോൾ 2023 എന്താണ്? ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ടാണ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൺവീർ സിംഗ് ആണ്. മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരൂഖ് ഖാൻ ആണ്. അപ്പോൾ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്യുക. ഒന്നാം സ്ഥാനത്ത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? രൺവീർ സിംഗ് ആണ്. മൂന്നാം സ്ഥാനത്ത് ഷാരൂഖ് ഖാൻ ആണ്. എന്ത് റിപ്പോർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞത്? അത് ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ദുരന്തത്തെ പറ്റിയാണ്. അതായത് 2024 ജൂണിൽ ബംഗാളിൽ അപകടത്തിൽപ്പെട്ട ട്രെയിൻ ഏതാണ്? അപ്പോൾ എന്താണ് 2024 ജൂണിൽ എന്ത് ചെയ്തു? ബംഗാളിൽ ഒരു ട്രെയിൻ അപകടം നടന്നു. അതായത് ഒരു ചരക്ക് തീവണ്ടി ഒരു ട്രെയിനിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഏത് ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ പേര് കാഞ്ചൻജംഗ എക്സ്പ്രസ്. എന്താണ്? കാഞ്ചൻജംഗ എക്സ്പ്രസ് എന്നാണ് ഈ ഒരു ട്രെയിനിന്റെ പേരെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമ്മൾ എന്താണ് ഇവിടെ ട്രെയിൻ എന്നാണ് കൂട്ടിമുട്ടിയ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായിട്ട് റെയിൽവേ അവതരിപ്പിച്ച എന്താണ് ആ ഒരു സംവിധാനത്തിന്റെ പേരെന്താണ്? കവച്. എന്താണ്? കവച്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക. കവച് എന്ന് പറയുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായിട്ട് റെയിൽവേ കൊണ്ടുവന്ന സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ട്രെയിൻ അപകടം പറഞ്ഞു, ബംഗാളിലാണെന്ന് പറഞ്ഞു, കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2023 ട്രെയിൻ അപകടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ട്രെയിൻ അപകടം നടന്ന ബാലസോർ. ഇത് എവിടെയാണ്? ബാലസോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ട്രെയിൻ അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷയിലാണ്. അപ്പോൾ ബാലസോർ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അവിടെ 2023 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ട്രെയിൻ അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിൻ അപകടം നടന്നത് എവിടെയാണ്? ബംഗാളിലാണെന്നുള്ള കാര്യം ഓർക്കുക. ബംഗാളിലെ ഡാർജിലിംഗിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു അപകടം നടന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതാണ്? അപ്പോൾ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതെന്നാണ്? അത് തായ്ലൻഡ് ആണ്. ആരാണ്? തായ്ലൻഡ് ആണ്. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമാണ്. അതുകൂടി ഓർക്കുക. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന എന്താണ്? മൂന്നാമത്തെ ഏഷ്യൻ രാജ്യമാണ് എന്ന് പറയുന്നത് തായ്ലൻഡ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ആദ്യം ആരായിരുന്നു? തായ്വാൻ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ നേപ്പാൾ. അപ്പോൾ ആരൊക്കെയുണ്ട്? തായ്വാന്, അതുപോലെ തന്നെ നേപ്പാൾ, ഇപ്പോൾ ആരാണ്? തായ്ലൻഡ്. അങ്ങനെ 3 ഏഷ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വവർഗ വിവാഹത്തെ നിയമവിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബാൾട്ടിക് ഓപ്പറേഷൻ 2024 നടത്തുന്നത് ഏത് സംഘടനയാണ്? അപ്പോൾ എന്താണ്? ബാൾട്ടിക് ഓപ്പറേഷൻ 2024 നടത്തുന്നത് ഏത് സംഘടനയാണ്? അത് നാറ്റോയാണ്. അപ്പോൾ ആരാണ്? നാറ്റോയാണ്, അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അഭ്യാസം, അതായത് ബാൾട്ടിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു നാവിക അഭ്യാസം നടത്തുന്ന കാര്യം എന്ത് ചെയ്യുക? വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ബാൾട്ടിക് ഓപ്പറേഷൻ, അതായത് ബാൾട്ടിക് കടലിടുക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം, അതായത് കുറച്ച് നാളുകൾ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുകയാണ്? നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അതായത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഇതിനുവേണ്ടി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ പേരിലായിരുന്നു? കുശാൽ മല്ലയുടെ പേരിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ റെക്കോർഡ് ആരുടെ പേരിലായി? നിക്കോൾ ലോഫ്റ്റി ഈറ്റന്റെ പേരിലായി. അതായത് നമീബിയൻ താരമായ നിക്കോൾ ലോഫ്റ്റി ഈറ്റന്റെ പേരിലായിരുന്നു. ഇപ്പോൾ ആ റെക്കോർഡ് വീണ്ടും ഭേദിച്ചിരിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഇപ്പോൾ ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹിൽ ചൗഹാൻ. ആരുടെ പേരിലാണ്? സാഹിൽ ചൗഹാന്റെ പേരിലാണ് ആ ഒരു റെക്കോർഡ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തിരിക്കണം.
ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹിൽ ചൗഹാൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എസ്റ്റോണിയയുടെ താരമാണ്. അപ്പോൾ ഓർക്കുക എസ്റ്റോണിയയുടെ താരമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന സാഹിൽ ചൗഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക, എസ്റ്റോണിയയുടെ താരമാണ്. ഇനി ഇദ്ദേഹം സൈപ്രസിനെതിരെയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. എത്ര പന്തുകളിലാണ് സെഞ്ചുറി നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 പന്തുകളിലാണ്. എത്രയാണ്? 27 പന്തുകളിലാണ് ഇദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിയത്. ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർക്കുക T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആരുടെ പേരിൽ തന്നെയാണ്? ഈ പറയുന്ന സാഹിൽ ചൗഹാന്റെ പേരിലാണ്. അതായത് T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന് പറയുന്നത് ക്രിസ് ഗെയിലിന്റെ പേരിലായിരുന്നു. അതായത് അദ്ദേഹം IPL നേടിയ 30 പന്തിൽ നിന്നാണ് അദ്ദേഹം നേടിയ സെഞ്ചുറി ആയിരുന്നു ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? 27 പന്തിൽ സാഹിൽ ചൗഹാൻ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നേട്ടം ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇനി ഒരു നേട്ടം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതായത് T20 ക്രിക്കറ്റിലെ ഒരു മത്സരത്തിൽ എന്താണ് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമെന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? സാഹിൽ ചൗഹാന്റെ പേരിലാണ്. അതായത് 18 സിക്സറുകളാണ്. ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനു മുൻപ് ആർക്കായിരുന്നു ആ റെക്കോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുടെ പേരിലായിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാന്റെ ഹസ്രത്തുള്ള സസായി അതുപോലെ തന്നെ ന്യൂസിലാൻഡിന്റെ ഫിൽ ആലൻ ഇവരുടെ പേരിലായിരുന്നു എന്ത് ചെയ്തത് ആ റെക്കോർഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക സാഹിൽ ചൗഹാൻ എന്ന് പറയുന്ന എസ്റ്റോണിയയുടെ താരമാണ്. സൈപ്രസിനെതിരെ എന്ത് ചെയ്തു? ഇദ്ദേഹം അതിവേഗ സെഞ്ചുറി നേടിയുണ്ടായി. അപ്പോൾ അതിനുശേഷം എന്താണ് 2 റെക്കോർഡുകൾ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ആരുടെ പേരിലാണ്? ഇദ്ദേഹത്തിന്റെ പേരിലാണ്. അതുപോലെ തന്നെ T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ എന്താണ് ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് ആര് തന്നെയാണ്? ഈ പറയുന്ന സാഹിൽ ചൗഹാൻ തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ച താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ച താരം ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ 6ാമത്തെ യൂറോ കപ്പ് ടൂർണമെന്റ് ആണ്. എത്രാമത്തെയാണ്? 6ാമത്തെ യൂറോ കപ്പ് ടൂർണമെന്റ് ആണ്. അതായത് 2004 അതുപോലെ തന്നെ 2008 2012 2016 അതിനുശേഷം 2020 അല്ല 2020 21 മാറ്റുകയായിരുന്നു. ഇപ്പോൾ എന്താണ് 2024 ഈ വർഷങ്ങളാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം യൂറോ കപ്പ് കളിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. യൂറോ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആര് തന്നെയാണ്? അതും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ മറ്റ് വസ്തുക്കളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു യൂറോ കപ്പ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം. വീണ്ടും യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അപ്പോൾ എന്താണ് യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അത് പെപ്പെയാണ്. പെപ്പെ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ താരമാണ്. അപ്പോൾ ഇതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? പെപ്പെയാണ്. അതായത് യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോപ്പ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്താണ് അതുപോലെ T20 വേൾഡ് കപ്പ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് ഈ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് അടുത്തിടെ അന്തരിച്ച ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് P. തങ്കപ്പൻ നായർ. അപ്പോൾ P. തങ്കപ്പൻ നായർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ചരിത്രകാരൻ എന്ത് ചെയ്തു? അന്തരിച്ചു. ഇദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് ചാർണോക്ക് ദ ഫൗണ്ടർ ഓഫ് കൊൽക്കത്ത എന്ന് പറയുന്ന എന്താണ് ഒരു പുസ്തകം രചിച്ചത് ആരാണ്? ഈ പറയുന്ന തങ്കപ്പൻ നായർ ആണ്. അതായത് എന്താണ് കൊൽക്കത്തയുടെ ആധികാരിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ P. തങ്കപ്പൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തക രചനയോടുകൂടി എന്ത് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന കൊൽക്കത്ത 1990 എന്ത് ചെയ്തു അവരുടെ 300ാം വാർഷികം എന്ത് ചെയ്തു ആചരിച്ചു എന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്തപ്പോൾ ഒന്നുകൂടി നോക്കാം. അത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കെ രാധാകൃഷ്ണനെ പറ്റിയാണ്. അതായത് ലോക്സഭാ ഇലക്ഷനിൽ എന്ത് ചെയ്തു വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ എത്രാമത് കേരള നിയമസഭ 15ാമത് കേരള നിയമസഭയിലെ മന്ത്രി ആരാണ്? അത് കെ രാധാകൃഷ്ണനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ വകുപ്പുകളൊക്കെ എന്താണ് സ്പ്ലിറ്റ് ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു മന്ത്രിയെ നിയമിക്കുകയോ ചെയ്യും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യാം ആ വകുപ്പുകളിലും അതുപോലെ എന്താണ് അത് ഏൽക്കുന്ന മന്ത്രിയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു? ഒരു കമ്മീഷനെ പറ്റിയായിരുന്നു. അതിന്റെ അധ്യക്ഷനെയും മറ്റ് അംഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. എന്ത് കമ്മീഷനാണ് പറഞ്ഞത്? തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതുപോലെ തന്നെ അതിർത്തി പുനർനിർണ്ണയിക്കാനുമായിട്ട് രൂപീകരിച്ച എത്ര അംഗങ്ങളുള്ള 5-അംഗ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പറഞ്ഞു. അതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു? എ ഷാജഹാൻ ആണെന്ന് പറഞ്ഞു. അതിലെ അംഗങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ആരൊക്കെയായിരുന്നു? രത്തൻ യു കേൽക്കർ ഉണ്ട്, അതുപോലെ കെ ബിജു ഉണ്ട്, എസ് ഹരികിഷോർ ഉണ്ട്, കെ വാസുകി ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ അതായത് ഈ ഒരു വാർഡ് വിഭജനത്തിന്റെ ബില്ല് പാസ്സാവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്ത് പോവാം. അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു? ഒരു പ്രമേയമായിരുന്നു. അതായത് 2024 ജൂൺ 15 ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയം സംഘടിപ്പിച്ച ഗ്ലോബൽ വിൻഡ് ഡേയുടെ പ്രമേയം എന്താണെന്ന് പറഞ്ഞു. അതായത് പവൻ ഊർജ പവർ ഇൻ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു പ്രമേയം എന്നുള്ളത്. പ്രമേയം കാര്യമായിട്ട് ഓർക്കുക. ഇതിനോടനുബന്ധിച്ചൊരു അവാർഡ് നൽകി. അതായത് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയത്തിന്റെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു? ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു. ഏതാണ്? ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത്. അതായത് 2023 എന്താണ് ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ട്. എന്താണ് ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ട്. അത് പ്രകാരം 1-ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? വിരാട് കോഹ്ലിയാണ് 1-ാം സ്ഥാനത്തുള്ളത്. ആരാണ്? വിരാട് കോഹ്ലിയാണ് 1-ാം സ്ഥാനത്തുള്ളത്. ഇനി അതിനുശേഷം ഒരു ട്രെയിൻ അപകടം പറഞ്ഞു. എവിടെ നടന്നത്? ബംഗാളിലെ ഡാർജിലിംഗിൽ നടന്ന ട്രെയിൻ അപകടമാണ്. അപകടത്തിൽപ്പെട്ട ട്രെയിനിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താണ്? കാഞ്ചൻജംഗ എക്സ്പ്രസ്. എന്താണ്? കാഞ്ചൻജംഗ എക്സ്പ്രസ് എന്നാണ് ട്രെയിനിന്റെ പേരെന്ന് പറയുന്നത്. കാര്യമായിട്ട് ഓർക്കുക. ഇനി ഇതേപോലെ 2023 ബാലസോറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ട്രെയിൻ അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി ഓർത്തിരിക്കുക. ബാലസോർ എവിടെയാണ്?
അത് ഒഡീഷയിലാണ്. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? തായ്ലൻഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഏഷ്യയിലെ 3ാമത്തെ രാജ്യമാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ആദ്യമാരായിരുന്നു തായ്വാൻ ആയിരുന്നു, നേപ്പാൾ, ഇപ്പൊ എന്താണ്? തായ്ലൻഡ് ആണ്. ഈ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം എന്താണ്? സമുദ്രാഭ്യാസത്തെ പറ്റി പറയുകയുണ്ടായി. അതായത് ബാൾട്ടിക് ഓപ്പറേഷൻസ് 2024 എന്ന് പറയുന്ന എന്താണ് ഒരു നാവികാഭ്യാസം. ഇത് നടത്തുന്നത് ഏത് സംഘടനയാണെന്ന് പറഞ്ഞു. ഏതാണ്? നാറ്റോ നടത്തുന്നതാണ്. അപ്പൊ അതുകൂടി ഓർക്കുക. നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നടത്തുന്ന എന്താണ് ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയുന്നത്. ബാൾട്ടിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബാൾട്ടിക് കടലിടുക്കിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നമ്മൾ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ചില റെക്കോർഡുകളൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നീട് കാലം കഴിയുന്നതോറും എന്ത് ചെയ്യും, തകർന്നുകൊണ്ടേയിരിക്കും. ആ സമയം നമുക്ക് എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്ത് പോയേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യുക. എന്താണ്? അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ആരാണ്? സാഹിൽ ചൗഹാൻ ആണ്. ആ ഒരു കാര്യം ഓർക്കുക. എസ്റ്റോണിയയുടെ താരമാണ് ആരെന്ന് പറയുന്നത്? സാഹിൽ ചൗഹാൻ. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ. നമുക്കറിയാം യൂറോ കപ്പ് ടൂർണമെന്റ് നടക്കുകയാണ്. പക്ഷേ എന്നാലും ആ ടൂർണമെന്റ് കഴിയുമ്പോൾ മുഴുവൻ കാര്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുന്നതിനേക്കാളും ഓരോ റെക്കോർഡുകളായിട്ട് വരുന്ന സമയത്ത് അതിന് അപ്പോഴപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ആ ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഒരു റിവിഷൻ ആയിട്ട് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ച താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 6 യൂറോ കപ്പ് ടൂർണമെന്റുകളിലാണ് ആര് കളിച്ചിട്ടുള്ളത്? ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുള്ളത്. ഇനി അതിനുശേഷം പറഞ്ഞത് യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് പറഞ്ഞു. അത് പെപ്പയാണ്. ആരാണ്? പെപ്പയാണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു. അതായത് പി തങ്കപ്പൻ നായർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ എന്ത് ചെയ്തു, 2024 അന്തരിച്ചു. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 18ാം ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷാഫി പറമ്പിൽ, ബി KC വേണുഗോപാൽ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരിൽ 2ാം സ്ഥാനത്തുള്ള താരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഷഫാലി വർമ്മ, ബി സ്മൃതി മന്ദാന, ഓപ്ഷൻ സി മിതാലി രാജ, ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ. അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സേതു, ബി ഉണ്ണി അമ്മയമ്പലം, സി ആർ ശ്യാംകൃഷ്ണൻ, ഓപ്ഷൻ ഡി പ്രിയ AS. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉണ്ണി അമ്മയമ്പലമാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടുന്നുള്ള കാര്യം കാര്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഏതാണ് പുസ്തകം എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് പുസ്തകത്തിന്റെ പേര്? അൽഗോരിതങ്ങളുടെ നാടെന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന പ്രിയ AS എന്ന് പറയുന്നത് 2023 ബാലസാഹിത്യമാണ്. ഏതാണ് കൃതി എന്ന് പറയുന്നത്? പെരുമഴയത്തെ കുഞ്ഞുതലകളാണ്. അതുപോലെ തന്നെ സേതു എന്ന് പറയുന്നത് 2022 ബാലസാഹിത്യമാണ്. കൃതി ഏതാണ്? ചേക്കുട്ടിയാണ്. അതുപോലെ തന്നെ ആർ ശ്യാംകൃഷ്ണന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ എന്നാണ് പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? ഈ പറയുന്നത് ശ്യാംകൃഷ്ണൻ ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൃതി? മീശക്കടൻ എന്നാണ് കൃതിയുടെ പേര്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, CMFRI റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യത നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ ഓപ്ഷൻ എ കേരളം, ബി തമിഴ്നാട്, സി ഒഡീഷ, ഡി ഗുജറാത്ത്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്താണ് 1ാം സ്ഥാനത്തുള്ളത്. ഇനി 2ാം സ്ഥാനത്ത് ആരാണ്? കേരളമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അയലയാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപ്ഡേറ്റ് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. ജൂൺ 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.